എല്ലാവർക്കും നമസ്കാരം. ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിക്കുന്ന MAT 101 ലീനിയർ ആൾജിബ്ര ആൻഡ് കാൽക്കുലസ് എന്ന് പറയുന്ന പേപ്പറിന്റെ തേർഡ് മൊഡ്യൂൾ റിവിഷൻ വീഡിയോസ് ആണ്. മൾട്ടി വാരിയബിൾ കാൽക്കുലസ് ഇൻറ്റഗ്രൽസ്, മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളാണ് ഈ ഒരു സെക്ഷൻ. അപ്പോൾ അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഡബിൾ ഇൻറ്റഗ്രൽ നിങ്ങൾ പഠിക്കണം. ആ ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഏരിയ, വോളിയം, മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നമ്മൾ പഠിക്കണം. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ട്രിപ്പിൾ ഇൻറ്റഗ്രലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ ഈ 4 ടോപ്പിക്കുകളാണ് ഇതിനകത്തുള്ളത്. ഇനി ഡബിൾ ഇൻറ്റഗ്രൽ തന്നെ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ നോക്കണം. പോളാർ കോർഡിനേറ്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പോളാർ ഫോം ഉണ്ടാവും. അതുപോലെ തന്നെ ഡബിൾ ഇൻറ്റഗ്രലിൽ തന്നെ 2 കാറ്റഗറി, റെക്റ്റാങ്കുലർ റീജിയൻ ഇൻറ്റഗ്രേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ഉണ്ടാവും. റെക്റ്റാങ്കുലറും നോൺ റെക്റ്റാങ്കുലറും ഉണ്ടാവും. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? റെക്റ്റാങ്കുലർ റീജിയൻ ആണെങ്കിൽ ലിമിറ്റുകളൊക്കെ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ലിമിറ്റ് ആയിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ട് വരിക, അടുത്ത ലിമിറ്റ് വാരിയബിൾ ആയിട്ടാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്. മാസ് ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ദ ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ, ഇൻറ്റഗ്രേഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് എക്സിന് കോൺസ്റ്റൻറ്റും വൈക്ക് വാരിയബിളും ആണെങ്കിൽ തിരിച്ച് വൈക്ക് കോൺസ്റ്റൻറ്റും എക്സിന് വാരിയബിളും ആക്കി ചെയ്യുന്ന ആ ഒരു ഓർഡർ ചേഞ്ച് ചെയ്യുന്ന ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, അത് നമ്മൾ പഠിച്ചതാണ്. അതും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിപ്പിൾ ഇൻറ്റഗ്രലിൽ ഡയറക്റ്റ് ഇവാലുവേഷനും വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. ഇതാണ് ഈ ഒരു കാൽക്കുലസ് എന്ന് പറയുന്ന മോഡ്യൂളിലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ് എന്ന് പറയുന്ന മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഡബിൾ ഇൻറ്റഗ്രൽസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെ ഡബിൾ ഇൻറ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം, ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം, ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട്, 2 കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബാക്കി ടോപ്പിക്കുകളെല്ലാം ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് നോക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. നിങ്ങൾ ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ മൊഡ്യൂൾസിൻ്റെയും കറക്റ്റ് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഈ പ്ലേലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ റിവിഷൻ പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. ഈ കാണുന്ന വീഡിയോസൊക്കെ അവിടെ ആയിരിക്കും, റിവിഷനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ y dx dy where r is the region bounded by the parabolas y square equal to 4x and x square equal to 4y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ y dx dy. ഓക്കെ, അതിൽ റീജിയൻ നമുക്ക് തന്നിട്ടുള്ളത് 2 പരാബോളയാണ്. ഒന്ന് y സ്ക്വയർ ഈക്വൽ ടു 4x അതുപോലെ x സ്ക്വയർ ഈക്വൽ ടു 4y. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. ആ ഫിഗർ നമുക്കറിയാവുന്നതാണ്. ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ, y അല്ല, എക്സ് ആക്സിസ്. ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്. ഇപ്പോൾ y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കാറുള്ളത് സാധാരണ ഇങ്ങനെയാണ്, അല്ലേ? ഇങ്ങനെയുള്ള പരാബോളയാണ് y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറയുന്നത്. y സ്ക്വയർ ഈക്വൽ ടു 4x ആൻഡ് ഇങ്ങനെ വരയ്ക്കുന്ന പരാബോളയാണ് x സ്ക്വയർ ഈക്വൽ ടു 4y. ഇതാണ് x സ്ക്വയർ ഈക്വൽ ടു 4y. ഇതിൻ്റെ ഈ റീജിയനാണ്, ഈ റീജിയനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഇൻറ്റഗ്രേഷൻ, ഈ ഡബിൾ ഇൻറ്റഗ്രൽ ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യാറുള്ള എന്താണ്? ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇവിടെ 0 0 ആണ്, 0 0 ആണ് ഈ പോയിന്റ്. ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമ്മൾ ഈ 2 കർവും കൂടെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കും, അല്ലേ? ഇനി ഇതൊരു റെക്റ്റാങ്കുലർ റീജിയൻ അല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു വാരിയബിളിന് നമ്മൾ കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത വാരിയബിളിന് വാരിയബിൾ ലിമിറ്റും കൊടുക്കും. എക്സിന് കോൺസ്റ്റൻറ്റ് കൊടുത്താൽ വൈക്ക് വാരിയബിൾ ലിമിറ്റ്, വൈക്ക് കോൺസ്റ്റൻറ്റ് കൊടുത്താൽ എക്സിന് വാരിയബിൾ ലിമിറ്റ്. അങ്ങനെയാണ് നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4x എന്ന് പറയുന്നുണ്ട്, അതുപോലെ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4y എന്നും പറയുന്നുണ്ട്. നമുക്ക് ഈ വൈയുടെ വാല്യൂ, y എന്ന് പറഞ്ഞാൽ x, ഈ ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? y എന്ന് പറയുന്നത് x സ്ക്വയർ ബൈ 4 ആണെന്ന് എഴുതാം. അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക? എക്സ് സ്ക്വയർ ബൈ 4 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് വരും.
അതായത് എക്സ് റേസ് ടു 4 ഇൻറ്റു 4 സ്ക്വയർ ഡിവൈഡ് ബൈ 4 സ്ക്വയർ. ആ 4 സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ 4 സ്ക്വയർ ഇൻറ്റു 4x. ഓക്കെ, 4 സ്ക്വയർ ഇൻറ്റു 4x എന്ന് വരും. ഇനി ഇതിനെ നമുക്കൊരു എക്സ് കട്ട് ചെയ്ത് കളഞ്ഞാൽ എക്സ് ക്യൂബ് ഈക്വൽ ടു 4 ക്യൂബ് എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 4 എന്ന് വരും. എക്സ് 4 ആണെങ്കിൽ വൈ എന്താണെന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു 4 നമ്മൾ ഇതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക നോക്കിയേ, വൈ ഈക്വൽ ടു 4 സ്ക്വയർ ബൈ 4. അപ്പോൾ എന്ത് വരും അത്? 4 സ്ക്വയർ ബൈ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 അല്ലേ? എക്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്ക്വയർ ബൈ 4 4 എന്ന് തന്നെ പോയിന്റ് കിട്ടും അല്ലേ? വൈയും 4 ആണ് വരിക. അപ്പോൾ ഈ പോയിന്റ് 4 ആണ്. ഓക്കെ, പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ 4 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലിമിറ്റ് തീരുമാനിക്കണം. ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ലിമിറ്റ് ആദ്യം തീരുമാനിക്കാം. എങ്ങനെ ലിമിറ്റ് തീരുമാനിക്കാം? ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, ഒരു മിനിറ്റ്, ഇവിടെയാണ് നമ്മൾ ഒരു സ്ട്രിപ്പ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കും. വൈ ആക്സിന് പാരലായിട്ടാണ് നമ്മൾ സ്ട്രിപ്പ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ വൈക്കാണ് എന്ത് കൊടുക്കുന്നുണ്ടാവുക? വാരിയബിൾ ലിമിറ്റ് കൊടുക്കുന്നുണ്ടാവുക അല്ലേ? അപ്പോൾ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു. അതുപോലെ വൈക്ക് വാരിയബിൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൈ ഈക്വൽ ടു വൈ ഈക്വൽ ടു. എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എക്സിൻ്റെ ഈ റീജിയനിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കാം. എക്സ് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? 0 എന്നാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0. ഇനി ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിലെ എക്സിൻ്റെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 4 ആണ് അല്ലേ? അപ്പോൾ 2 4 അത് എഴുതി. ഇനി അടുത്തത് നോക്കേണ്ടത് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി വാരിയബിൾ ലിമിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. വാരിയബിൾ ലിമിറ്റ് വൈക്കാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് നമ്മൾ ആദ്യം നോക്കണം. വൈ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. വൈ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നാണ് വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഇനി ഇവിടെയാണ് പോയി വൈ അവസാനിക്കുന്നത്. ശരിയല്ലേ? വൈ സ്റ്റാർട്ട് ചെയ്യുന്നതും വൈ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള പോയിന്റുകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയൻ, ഈ ഒരു കർവിൻ്റെ മുകളിലാണ് വൈ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ആ കർവ് ഏതാ? ദേ ഈ കിടക്കുന്ന കർവാണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആണ്. ഇനി എവിടെ പോയി അവസാനിക്കും? ഈ കർവിൻ്റെ മുകളിൽ അവസാനിക്കും. വൈ സ്ക്വയർ ഈക്വൽ ടു 4x ആണ് ആ കർവ് അല്ലേ? അപ്പോൾ അതിൽ നിന്നാണ് 2 വൈകൾ നമ്മൾ എടുക്കേണ്ടത്. ലോവർ ലിമിറ്റ് ഇതാ ഈ കാണുന്ന എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിനകത്ത് വൈ കണ്ടുപിടിച്ചാൽ എന്ത് വരും? നമുക്ക് എക്സ് സ്ക്വയർ ബൈ 4 എന്ന് വരും അല്ലേ? വൈ ഈക്വൽ ടു 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ 4 വരും. ഇനി വൈ എവിടെ പോയി അവസാനിക്കും? ഈ ലിമിറ്റിൻ്റെ ഈ കർവിൻ്റെ മുകളിൽ അവസാനിക്കും. അത് വൈ സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? √4x ആയിരിക്കും. √4x എന്ന് പറഞ്ഞാൽ 2√x അല്ലേ? 2√x. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ലിമിറ്റ്. എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 4 ടു വൈ ഈക്വൽ ടു 2√x. ഇതിനകത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു റീജിയൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ വൈ ഡി വൈ ഡി എക്സ് dy എങ്ങനെ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ലിമിറ്റ് നമ്മൾ എക്സിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം എക്സിൻ്റെ ലിമിറ്റ് എഴുതണം. എക്സ് ഫ്രം 0 to 4. പിന്നെ വാരിയബിൾ ലിമിറ്റ് കൊടുത്തിരിക്കുന്നത് വൈക്കാണ്. വൈ ഫ്രം എവിടെ നിന്നാണ്? എക്സ് സ്ക്വയർ ബൈ 2 എക്സ് സ്ക്വയർ ബൈ 4 എക്സ് സ്ക്വയർ ബൈ 4 ടു 2√x ഓക്കെ ഇൻറ്റു വൈ ഡി വൈ ഡി എക്സ് ഇങ്ങനെ എഴുതണം. വൈ ഡി വൈ ഡി എക്സ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വൈനെ തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്താ കിട്ടുക നമുക്ക് നോക്കിയേ. ഇൻ്റഗ്രൽ എക്സ് ഫ്രം 0 to 4 വൈ സ്ക്വയർ ബൈ 2 ഫ്രം എക്സ് സ്ക്വയർ ബൈ 4 ടു 2√x അതിലേക്കാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഡി എക്സ് ദാറ്റ് ഈസ് ലിമിറ്റ് കൊടുക്കുക. ഇൻ്റഗ്രൽ എക്സ് ഫ്രം 0 to 4 അപ്പർ ലിമിറ്റ് ആദ്യം കൊടുത്തോളൂ. വൈക്ക് പകരം 2√x കൊടുത്തു കഴിഞ്ഞാൽ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4x എന്ന് വരും. 4x ബൈ 2 മൈനസ് അടുത്തത് വൈക്ക് പകരം എക്സ് സ്ക്വയർ ബൈ 4 ആണ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 4 ദ ഹോൾ സ്ക്വയർ ബൈ 2 എന്ന് വരും. ശരിയല്ലേ? ഡി എക്സ്. ഇതിലെ നമുക്ക് ഈ 2 നമുക്ക് കട്ട് ചെയ്യാം അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കാം കേട്ടോ. 2നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എക്സ് ഫ്രം 0 to 4 ഇവിടെ 4x വരുന്നുണ്ട്. മൈനസ് ഇപ്പുറത്താണെങ്കിൽ എക്സ് റേസ് ടു 4 ബൈ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഈ 2 നമ്മൾ 2 2 കൂടെ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി
1/2 ഇൻറ്റു ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തോളൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് 4 ഇൻറ്റു എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ് ടു 4 ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് റേസ് ടു 5/5 ആണ്. ഇവിടെ ഓൾറെഡി എന്തുണ്ട്, ഒരു 16 കൂടി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഇതിന് ലിമിറ്റ് കൊടുക്കാനുണ്ട്. ഓക്കെ, 0 to 4 എക്സിന് പകരം 0 to 4 ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ കൊടുത്താൽ എന്താ കിട്ടുക നോക്കിയേ, ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇവിടുത്തെ ഈ 2 നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. 2ഉം 4ഉം കട്ട് ചെയ്താൽ മുകളിൽ 2 വരും. ബാലൻസ് എന്താ ഉള്ളത്, 2 ഇൻറ്റു എക്സ് റേസ് ടു 4 സ്ക്വയർ എക്സ് സ്ക്വയർ അല്ലേ, 4 സ്ക്വയർ മൈനസ് 4 റേസ് ടു 5/16 ഇൻറ്റു 5 കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു വേരിയബിൾ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നേരിട്ട് ആൻസർ കിട്ടും. ഇവിടെ ഞാനൊന്ന് സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു 4 സ്ക്വയർ 16 ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. 16/2 ഇൻറ്റു ബാലൻസ് ഇവിടെ 2 ഉണ്ട് മൈനസ് ഇവിടെ 16 പുറത്തേക്ക് 16 എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 4 ക്യൂബാണ്. 4 ക്യൂബ് ബൈ ഇവിടെ 4 സ്ക്വയർ 16 ഇൻറ്റു 5 വരുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം നമുക്ക് കട്ട് ചെയ്ത് തരാം, 4 വരും ബാക്കി. അപ്പോൾ 16/2 ഇൻറ്റു 2 മൈനസ് 4/5 ദാറ്റ് ഈസ് അഗെയിൻ നമുക്ക് 2 കോമൺ ആയിട്ട് പിന്നെ എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു 16/2 ഇൻറ്റു 1 മൈനസ് 2/5 ഇവിടുത്തെ 2 കട്ട് ചെയ്ത് കളയാം നമുക്ക്. ബാലൻസ് ഈക്വൽ ടു 16 ഇൻറ്റു ഇവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 5 മൈനസ് 2/5 എന്ന് വരും. അതായത് 16 ഇൻറ്റു 3/5 16 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 48 അല്ലേ, 48/5 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുക. Okay. Use double integral to find the area of the region enclosed between the parabola y equal to x square by 2 and the line y equal to 2x. ഡബിൾ ഇൻറ്റഗ്രൽ ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ എന്താണെന്നുള്ളത് ആദ്യം എഴുതാം. എന്താണ്, ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി എ ആണ് ഏരിയയുടെ ഇക്വേഷൻ. ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി എ. അപ്പോൾ ആ ആർ എന്ന് പറഞ്ഞ റീജിയൻ എടുത്ത് അതിനകത്ത് ലിമിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിവിടുത്തെ ജോലി. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഫിഗർ വരയ്ക്കും. ഫിഗർ വരയ്ക്കുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y ആണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്ന പരാബോള ആയിരിക്കും കേട്ടോ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y എന്ന് പറയുമ്പോൾ അല്ലേ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y അല്ലേ, അത് മുകളിലേക്ക് പോകുന്ന പരാബോളയാണ്. പിന്നെ അല്ലെങ്കിൽ y ഈക്വൽ ടു 2x എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതിയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്തത് എന്താണ്, y ഈക്വൽ ടു 2x എന്ന് പറയുന്ന ലൈൻ, അത് ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ലൈനായിരിക്കും y ഈക്വൽ ടു 2x. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റീജിയൻ. നേരത്തെ ചെയ്ത പോലെ തന്നെയുള്ളൊരു റീജിയനാണ്, പക്ഷെ ഒരു ലൈനാണ്, ഒരു ബൗണ്ടറി എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് 0, 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതെന്താണ് നമ്മൾ കണ്ടുപിടിക്കണം. അതിനെ ഈ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്യാം. ഏതൊക്കെയാ, y ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2ഉം അതുപോലെ y ഈക്വൽ ടു 2xും. ഇതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും നോക്കിയേ, 2x ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2. ഇതിനങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 4x ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് ഒരു കട്ട് ചെയ്തോളാം, എക്സ് ഈക്വൽ ടു 0 എന്ന് വരും ഒരു പോയിന്റ്. പിന്നെ എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പോയിന്റ് കിട്ടും. എക്സ് 4 ആണെങ്കിൽ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y ഈക്വൽ ടു 2x ആണല്ലോ, 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 എന്ന് വരും. അപ്പോൾ ഈ പോയിന്റ് 4, 8 ആണ്. ഓക്കെ, ഈ പോയിന്റ് 4, 8 ആണ്. ഇനി നമുക്കിവിടെ ലിമിറ്റുകൾ കൊടുക്കാം. ലിമിറ്റ് ആണ് ആദ്യം തീരുമാനിക്കേണ്ടത്. ലിമിറ്റ് ഞാൻ എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ടു ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ഇൻ ദിസ് റീജിയൻ എക്സിൻ്റെ 4 ആണ് അല്ലേ, എക്സ് ഈക്വൽ ടു 4. പിന്നെ അടുത്തത് വൈക്കാണ് നമ്മളപ്പോൾ എന്ത് കൊടുക്കേണ്ടത്, വാരിയബിൾ ലിമിറ്റ് കൊടുക്കേണ്ടത്. വൈക്ക് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, വൈ ആക്സിസിന് പാരലായിട്ട് നേരത്തെ ചെയ്ത പോലെ ഒരു സ്ട്രിപ്പ് വരയ്ക്കാം. വൈ ആക്സിന് പാരലായിട്ട് ഒരു സ്ട്രിപ്പ് വരച്ചു. വൈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കർവിലാണ്. ആ കർവിൽ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് സ്ക്വയർ ബൈ 2 ആണ് അല്ലേ. ആ കർവിൽ y എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്. എവിടെ പോയി അവസാനിക്കും, ഈ ലൈനിൽ പോയി അവസാനിക്കും. ആ ലൈനിൽ y എന്ന് പറഞ്ഞാൽ എന്താണ്, 2x ആണ്. അപ്പോൾ വൈൻ്റെ ലിമിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ലിമിറ്റ്, y ഫ്രം എക്സ് സ്ക്വയർ ബൈ 2 ടു 2x. ഇതാണ് നമ്മുടെ ലിമിറ്റ്. ഇത് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റഗ്രേഷൻ ചെയ്യുക. അതായത് ഏരിയ ഈക്വൽ ടു ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ ഡി എ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 ടു 4 അല്ലേ, x from 0 to 4 integral y from x square by 2 to 2x. പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ളത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ dy
ഡി എക്സ് അല്ലെങ്കിൽ ഡി എക്സ് ഡി വൈ. ഇവിടെ വൈയിലാണ് വാരിയബിൾ ലിമിറ്റ് എന്നുള്ളതുകൊണ്ട് ആദ്യം വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡി വൈ ഡി എക്സ് എന്ന് എഴുതിയതാണ്. ഇനി വൈയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തോളൂ ഇതിനെ. ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to 4 ഡി വൈയുടെ ഇൻറ്റഗ്രൽ വൈ വരും. അതിന് ലിമിറ്റ് കൊടുക്കുക x²/2 to x. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തിട്ടുണ്ട്. സബ്ട്രാക്ട് ചെയ്തോളൂ. ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to 4 വൈക്ക് പകരം 2x കൊടുക്കുക. 2x മൈനസ് x²/2 ഓക്കെ ഡി എക്സ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്തോളൂ. 2x²/2 മൈനസ് x³ അല്ലേ. 2 × 3 6 എന്ന് വരും. 0 to 4 ഇവിടുത്തെ 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ബാലൻസ് ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 4² മൈനസ് 4³ 6 എന്നാണ് വരിക. ദാറ്റ് ഈസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് കാൽക്കുലേറ്ററിൽ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 16 ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി വരുന്നത് 1 മൈനസ് 4/6 എന്ന് വെച്ചാൽ എന്താണ് 16 × 1 മൈനസ് 2/3 ദാറ്റ് ഈസ് 16 × 3 മൈനസ് 2/3. ആൻസർ എന്ത് വരും 16 × 1/3 16/3 എന്ന ആൻസർ കിട്ടും. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ y² dy dx where r is the region between y equal to x and y equal to x². ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ x² dy dx. ഇവിടുത്തെ റീജിയൻ എന്ന് പറയുന്നത് ഒന്ന് y equal to x എന്ന് പറയുന്ന ലൈനും പിന്നെ y equal to x² എന്ന് പറയുന്ന പരാബോളയാണ്. അപ്പോൾ നോക്കണം, y equal to x എന്ന് പറയുന്ന ലൈൻ, y equal to x² എന്ന് പറയുന്ന പരാബോള. ഇതാണ് y equal to x² എന്ന് പറയുന്ന പരാബോള, നേരത്തെ നമ്മൾ വരച്ച പോലെ. ഇനി ഇതാണ് y equal to x എന്ന് പറയുന്ന ലൈൻ. ഇത് y equal to x² എന്ന് പറയുന്ന പരാബോള, y equal to x എന്ന് പറയുന്ന ലൈൻ. ഇതാണ് റീജിയൻ. ഈ റീജിയനിൽ നമ്മൾ ലിമിറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുക. 0 0 ആണ് ഒരു പോയിന്റ്, അത് ഒബ്വിയസ് ആണ്. പിന്നെ ഈ രണ്ട് ഇക്വേഷനും y equal to x ഉം y equal to x² കൂടെ സോൾവ് ചെയ്യുക. അപ്പോൾ x equal to x² എന്ന് കിട്ടും, x equal to 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആ 1 എന്ന് പറഞ്ഞ പോയിന്റ് വൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ 1 വൈയും എക്സും 1 ആയിരിക്കും. ആ പോയിന്റാണ് നെക്സ്റ്റ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. ഇനി വൈക്ക് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുക്കുക, സോറി എക്സിന് കോൺസ്റ്റന്റ് ലിമിറ്റ് കൊടുത്ത് വൈക്ക് വാരിയബിൾ ലിമിറ്റ് കൊടുക്കാൻ y ആക്സിന് പാരലലായിട്ട് ഒരു സ്ട്രിപ്പ് വരയ്ക്കുക. ലിമിറ്റുകൾ എഴുതുക. ലിമിറ്റുകൾ ഏതായിരിക്കും? എക്സ് ഫ്രം 0 to 1. ലിമിറ്റ് വൈക്ക് y ഫ്രം ഈ പരാബോളയുടെ മുകളിൽ നിന്ന് x² ടു ആ ലൈനിൻ്റെ മുകളിൽ എക്സ് ഇത്രയാണ് വരിക. അപ്പോൾ ഡബിൾ ഇൻറ്റഗ്രൽ ഓവർ ആർ x² dy dx എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to 1 ഇൻറ്റഗ്രൽ y ഫ്രം x² ടു എക്സ് x² dy dx. ഇപ്പോൾ വൈയിലാണ് ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. x² കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ പുറത്തേക്ക് എടുക്കാം. ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to 1 x² ഇൻറ്റു ഡിവൈഡ് ഇൻറ്റഗ്രൽ y ആണ് ഫ്രം x² ടു എക്സ്. ഓക്കെ, x² ടു എക്സ്. ലിമിറ്റ് കൊടുത്തോളൂ. ഇനി എക്സിന് വൈക്ക് പകരം അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള എക്സും ലോവർ ലിമിറ്റ് ആയിട്ടുള്ള x² കൊടുക്കാം. അപ്പോൾ എന്താ കിട്ടുക നമുക്ക്? ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to 1 ലിമിറ്റ് ഇവിടെ x² ഉണ്ട് ഓൾറെഡി, x² അവിടെ ഇരുന്നോട്ടെ. ഇനി വൈക്ക് പകരം എക്സ് ആദ്യം കൊടുക്കുക, എക്സ് മൈനസ് x² dx. ബ്രാക്കറ്റിനകത്തേക്ക് ഈ x² മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഇൻറ്റഗ്രൽ എക്സ് ഫ്രം 0 to 1 x³ മൈനസ് x⁴ dx. ദാറ്റ് ഈസ് എന്ത് കിട്ടും? ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. x³ ഇൻറ്റഗ്രൽ x⁴/4 മൈനസ് x⁴ ഇൻറ്റഗ്രൽ x⁵/5 ഫ്രം 0 to 1. അപ്പോൾ അപ്പർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതി. 1/4 മൈനസ് 1/5 ദാറ്റ് ഈസ് എന്ത് കിട്ടും? 5 മൈനസ് 4/20 എന്ന് കിട്ടും. 1/20 ആണ് ഇവിടുത്തെ ആൻസർ വരിക. ഇതും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡബിൾ ഇൻറ്റഗ്രൽ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ഡബിൾ ഇൻറ്റഗ്രൽ ചോദിച്ചിട്ടുള്ള.